പഠനത്തിൽ ഉയർന്ന മാർക്ക് വാങ്ങണം, ഗോൾഡ് മെഡൽ ജേതാവാവണം. ഇതായിരുന്നു 31-കാരിയായ ആ യുവ ഡോക്ടർ തന്റെ ഡയറിയിൽ കുറിച്ച അവസാന വാക്കുകൾ. ചെറുപ്പം മുതലേ കണ്ട സ്വപ്നത്തെ സ്വന്തമാക്കാനുള്ള യാത്രക്കിടെയാണ് ആ കാമക്കണ്ണുകളിൽ അവൾ പെടുന്നത്. പിന്നീട് അവൾ നേരിട്ടത് കൊടിയ പീഡനങ്ങളും വേദനകളുമായിരുന്നു. ഓഗസ്റ്റ് 8-ന് 36 മണിക്കൂർ നീണ്ടുനിന്ന ഷിഫ്റ്റ് കഴിഞ്ഞ് പഠിക്കാനായി താൻ PG ചെയ്യുന്ന ആർജിക്കർ ആശുപത്രിയിലെ ചെസ് ഡിപ്പാർട്ട്മെന്റിലെ സെമിനാർ ഹാളിലേക്ക് പോയതായിരുന്നു ആ 31-കാരി. ജോലിയുടെ ക്ഷീണം അവളെ തളർത്തിയതുകൊണ്ടാവാം അവൾ എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണിരുന്നു. പിറ്റേന്ന്, കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 9-ന് രാവിലെ ഏതാണ്ട് 7:30-യോടെ സെമിനാർ മുറിയിലെത്തിയ ഇന്റേണുകളും സഹട്രെയിനികളും അർദ്ധനഗ്ന നിലയിലാണ് ആ യുവ വനിതാ ഡോക്ടറുടെ മൃതദേഹം കാണുന്നത്. തൊട്ടരികിലായി അവരുടെ ലാപ്ടോപ്പും ഒരു നോട്ട്ബുക്കും മൊബൈൽ ഫോണും കണ്ടെത്തിയിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയുള്ള മറ്റു ഡോക്ടർമാരും സെമിനാർ ഹാളിലെത്തി. അവർ സംഭവം പോലീസിൽ വിളിച്ചറിയിച്ചതോടെ അവരും സംഭവ സ്ഥലത്തെത്തി. ഉടൻ തന്നെ പോലീസ് അവിടെയുള്ള CCTV പരിശോധിച്ചു. ആയിരക്കണക്കിന് രോഗികളുള്ള ആശുപത്രിയിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നത് അവരെയും കുഴപ്പിച്ചു. ഒടുവിൽ നീണ്ട പരിശോധനയ്ക്ക് ശേഷം അവർക്കൊരു നിർണായക വിവരം CCTVയിലൂടെ തന്നെ ലഭിച്ചു. ആശുപത്രിയിലെ തന്നെ ജോലി ചെയ്യുന്ന 35-കാരനായ സിവിൽ വോളണ്ടിയർ സഞ്ജയ് റോയ് 4 മണിക്ക് സെമിനാർ ഹാളിൽ കയറിയതായി 4:45-ന് അയാൾ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്നതായി CCTVയിൽ വ്യക്തമായി പതിഞ്ഞു. CCTVയിൽ നിന്ന് ലഭിച്ച തെളിവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അയാളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു. കുറ്റകൃത്യം ചെയ്ത ശേഷം വീട്ടിലേക്ക് മടങ്ങിയ സഞ്ജയ് റോയ് മണിക്കൂറുകളോളം ഉറങ്ങിയതായും തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി അയാൾ തന്റെ വസ്ത്രങ്ങൾ കഴുകിയതായും പോലീസ് പറഞ്ഞു. പക്ഷേ റോയിയുടെ ഷൂസിൽ നിന്ന് കണ്ടെത്തിയ രക്തപ്പാടുകൾ പോലീസിന് കേസിൽ സഹായകമായി. പ്രതിയുടെ ഫോണിലെ അശ്ലീല ഉള്ളടക്കം കൊൽക്കത്ത പോലീസ് കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്ത ദിവസം രാവിലെ തന്നെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഇരയുടെ മാതാപിതാക്കളെ വിളിച്ച സംഭവം ആത്മഹത്യയാണെന്ന് റിപ്പോർട്ട് ചെയ്തു. ഉച്ചയോടെ സംഭവ സ്ഥലത്തെത്തിയ മാതാപിതാക്കളെ തുടക്കത്തിൽ സെമിനാർ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചില്ല എന്നതായും പറയപ്പെടുന്നു. വൈകിട്ട് 5:30-യോടെ പോസ്റ്റ്മോർട്ടത്തിനായാണ് മൃതദേഹം പുറത്തെടുത്തത്. 7 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ആർക്കും ഉൾക്കൊള്ളാനും സഹിക്കാനും കഴിയാത്ത വിധമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. പ്രഥമദൃഷ്ട്യാ മരണം ശ്വാസം മുട്ടൽ മൂലമാണെങ്കിലും ശരീരത്തിൽ മുറിവുകളുടെയും പോരാട്ടങ്ങളുടെയും ഒന്നിലധികം അടയാളങ്ങൾ ഉണ്ടായിരുന്നു. നിലവിളി തടയാൻ വായും തൊണ്ടയും നിരന്തരം അമർത്തി. കഴുത്തു നെരിച്ചതുകൊണ്ട് തൈറോയ്ഡ് തരുണാസ്ഥി തകർന്നു. മുഖത്തും കണ്ണിലും രക്തക്കറയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോറലുകളും സ്വകാര്യ ഭാഗത്തിൽ നിന്ന് രക്തസ്രാവവും ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ വലിയൊരു പ്രതിഷേധം അവിടെ ഉണ്ടായി. ഇങ്ങനൊരവസ്ഥ ഒരു ട്രെയിനി ഡോക്ടർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്താണ് അതിനുവേണ്ടി ചെയ്യുന്നത്? തീർച്ചയായും ഇത്തരത്തിലൊരു സംഭവത്തിന് നീതി ലഭിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ജനത മുഴുവനും അവരുടെ ശബ്ദമുയർത്തി അവൾക്കൊപ്പം നിന്നു. അവളുടെ നീതി ഉറപ്പിക്കും വരെ ആ ശബ്ദം നിലയ്ക്കാതെ തന്നെ നിൽക്കുമെന്നതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഇന്ത്യ വ്യാപകമായി നടക്കുന്ന പ്രതിഷേധം. നൂറുകണക്കിന് യുവതീ-യുവാക്കൾ റോഡ് തടഞ്ഞും പ്രതിഷേധിക്കുകയാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കൊപ്പം സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നും യുവാക്കൾ സംഘടിച്ചെത്തി സമരം നടത്തി. കറുത്ത കൊടിയേന്തിയും മെഴുകുതിരി കത്തിച്ചുമാണ് പ്രതിഷേധം നടന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം കുടുംബങ്ങൾ വരെ സമര രംഗത്തിറങ്ങി. കൂടുതൽ പ്രതികളുടെ അറസ്റ്റ്, ആശുപത്രികളുടെ സംരക്ഷണം, പ്രതികൾക്ക് തൂക്കുകയർ തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് അവർ സമരം നടത്തിയത്. അതിനിടെ ആശുപത്രിയിൽ വിമാനത്താവളത്തിന് സമാനമായ സുരക്ഷാ പ്രോട്ടോകോൾ വേണമെന്ന് പ്രധാനമന്ത്രിക്ക് IMA കത്ത് നൽകി. ഡോക്ടർമാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ പഠിക്കാൻ കേന്ദ്രം സമിതിയെയും നിയോഗിച്ചു. കൂടാതെ മമതാ സർക്കാർ സ്ത്രീ സുരക്ഷ ബംഗാളിൽ ഉറപ്പിക്കുന്നതിനായി ചില പദ്ധതികൾ മുന്നോട്ട് വെച്ചു. ആശുപത്രികളിൽ ഇനി മുതൽ ബ്രത്ത് അനലൈസർ സംവിധാനങ്ങളും മറ്റ് പരിശോധനകളും നടത്തുമെന്നും സ്ത്രീകൾക്ക് മാത്രമായി ഒരു വിശ്രമമുറി വേണമെന്നും മമതാ സർക്കാർ നിർദ്ദേശം നൽകി. കൂടാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലീസുമായി വളരെ എളുപ്പത്തിൽ ബന്ധപ്പെടാൻ പ്രത്യേക ആപ്പും മമതാ സർക്കാർ പ്രഖ്യാപിച്ചു. അതേസമയം കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾക്കും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായി കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI വിളിച്ചിരുന്നു. ശനിയാഴ്ച നടന്ന ചോദ്യം ചെയ്യൽ 13 മണിക്കൂറോളം നീണ്ടു. തുടർന്ന് ഞായറാഴ്ച രാവിലെ 11-ന് ഇദ്ദേഹം വീണ്ടും CBI ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായി. കൊലപാതകത്തിന് ഗൂഢാലോചനയുണ്ടോ, പ്രിൻസിപ്പലിന് സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും CBI അന്വേഷിക്കുന്നുണ്ട്. കൊൽക്കത്ത പോലീസിലെ 2 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 20 പേരെ അന്വേഷണ സംഘമായി നിയോഗിച്ചു. ഡോക്ടറുടെ മരണവിവരം അറിഞ്ഞിട്ടും മാതാപിതാക്കളെ 3 മണിക്കൂറോളം കാത്തു നിർത്തിച്ചത് എന്തിന്? കൊലപാതകം നടന്ന സെമിനാർ ഹാളിനോട് ചേർന്ന മുറിയിൽ നവീകരണ പ്രവർത്തനം നടത്താൻ നിർദ്ദേശിച്ചതാര് എന്നിവയെക്കുറിച്ചും CBI അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ സന്ദീപ് ഘോഷ് പറഞ്ഞതും ആശുപത്രി രേഖകളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്ന് CBI ചോദ്യം ചെയ്യലിൽ നിന്ന് കണ്ടെത്തി. കൊലപാതകം നടക്കുമ്പോൾ സന്ദീപ് ഘോഷ് എവിടെയായിരുന്നു? മരണവിവരം അറിയിച്ചത് ആരാണ്? വീട്ടുകാരെ മരണവിവരം അറിയിക്കാൻ ആരെയാണ് ചുമതലപ്പെടുത്തിയത് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ തൃപ്തികരമല്ലെന്നാണ് കേന്ദ്ര ഏജൻസി വൃത്തങ്ങൾ നൽകുന്ന വിവരം. കൊല്ലപ്പെട്ട ഡോക്ടറുടെ സഹപാഠികൾ നൽകിയ മൊഴികളും
ചെസ് മെഡിസിൻ വിഭാഗത്തിലെ ഡ്യൂട്ടി ചാർട്ടിലെ വിവരങ്ങളും സന്ദീപ് ഘോഷിന്റെ വിശദീകരണങ്ങളും ഒത്തുപോകുന്നില്ല എന്ന് CBI കണ്ടെത്തി. വനിതാ ഡോക്ടർ തുടർച്ചയായ 48 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വന്നെന്നും വ്യക്തമായിട്ടുണ്ട്. ഞങ്ങളൊരു ദരിദ്ര കുടുംബമാണ്. വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ അവളെ വളർത്തിയത്. ഒരു ഡോക്ടർ ആവാൻ അവളും വളരെയധികം പ്രയത്നിച്ചു. ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് തകർന്നു. ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാണ് അവളുടെ അച്ഛൻ ഇത് മാധ്യമങ്ങളോട് പറഞ്ഞത്. പശ്ചിമ ബംഗാളിലെ മറ്റു കുടുംബങ്ങളെ പോലെ അവളുടെ കുടുംബവും ദുർഗാപൂജയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു. ഇത്തവണ ഒരു വലിയ ആഘോഷമാക്കാനായിരുന്നു അവർ പദ്ധതിയിട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് പ്രതികളുടെ അറസ്റ്റും ശരിയായ ശിക്ഷയുമാണ്. അതിന് മാത്രമേ അവളുടെ ആത്മാവിന് ശാന്തി നൽകാൻ കഴിയുകയുള്ളൂ. ഇടറുന്ന ശബ്ദത്തിൽ ഒരു പ്രമുഖ മാധ്യമത്തിനോട് അവളുടെ അമ്മ പറഞ്ഞ വാക്കുകളാണിത്. നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 12 വർഷങ്ങൾക്കിപ്പുറം നടന്ന നിർഭയ കേസിന് കാലം കാത്തുവെച്ചത് കഴുമരമായിരുന്നു. പക്ഷേ ഇവിടെ ഘോര പ്രതിഷേധങ്ങൾക്കിപ്പുറം പ്രതികൾ ആരെന്നും എന്തെന്നും അറിയാത്തിടത്തോളം നീതിയെന്നും വാക്കുകളിൽ മാത്രം. ഒരിക്കൽ കൂടി കെട്ടിയ കണ്ണുകൾ നീതിപീഠം തുറക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം.